ഇനി ലാസ്റ്റ് 3 ദേശീയോദ്യാനങ്ങളുണ്ട്, അതായത് നാഷണൽ പാർക്കുകളുണ്ട്. അതിനെപ്പറ്റി നോക്കാം. ലാസ്റ്റ് 3 ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് മതികെട്ടാം ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല, ഇത്തരത്തിലാണ് 3 എണ്ണമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലുത് മതികെട്ടാം ചോല, പിന്നീട് ആനമുടിച്ചോല, പാമ്പാടും ചോല. അപ്പോൾ ഏറ്റവും വലുത് ആദ്യത്തതും ഇരവികുളം ദേശീയോദ്യാനമാണ്. അത് കഴിഞ്ഞ് സൈലന്റ് വാലി ദേശീയോദ്യാനം വരുന്നു. അത് കഴിഞ്ഞാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം. ഈ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനമാണ് വലുത്. അത് കഴിഞ്ഞ് ആനമുടിച്ചോല, ഏറ്റവും ചെറുതാണ് പാമ്പാടും ചോല എന്ന് പറയുന്നത്. ഇവയെല്ലാം, അതായത് മതികെട്ടാൻ ചോലയാണെങ്കിലും ആനമുടി ചോലയാണെങ്കിലും പാമ്പാടും ചോലയാണെങ്കിലും ഇവയെല്ലാം ചോലവനങ്ങളാണ്. പേരിൽ തന്നെയുണ്ട് ചോല. അപ്പോൾ ചോലവനങ്ങളാണ് ഇവ 3 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം മതികെട്ടാൻ ചോല നോക്കാം. മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻ ചോല എന്ന് പറയുന്ന താലൂക്കിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻ ചോല താലൂക്കിൽ കാണപ്പെടുന്നതാണ് മതികെട്ടാം ചോല നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് 2003 നിലവിൽ വന്നത്. അപ്പോൾ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം നിലവിൽ വന്നത് 2003. 12.82 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതായത് ഈ ചോലവനങ്ങളുടെയും ആനത്താവളത്തിൻ്റെയും ഒരു സംരക്ഷിത കേന്ദ്രമാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉയർന്ന പ്രദേശം, മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിലെ ഉയർന്ന പ്രദേശം പറയുന്ന പേര് കാട്ടുമല എന്നാണ് പറയുന്നത്. ആ ഉയർന്ന പ്രദേശത്തെ വിളിക്കുന്ന പേര് കാട്ടുമല എന്നാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് ഈ പറയുന്ന മതികെട്ടാഞ്ചോലയെ റിസർവ് വുഡ്ലാൻഡ് ആയിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ്റാണ് റിസർവ് വുഡ്ലാൻഡ് ആയിട്ട്, വുഡ് തടി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മതികെട്ടാഞ്ചോല പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിലാണ് കാണപ്പെടുന്നത്. 2003 നിലവിൽ വന്നത്. 12.82 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 3ാം സ്ഥാനമാണ്. ദേശീയ ഉദ്യാനങ്ങളിൽ 3ാം സ്ഥാനമാണ് മതികെട്ടാഞ്ചോല. ചോലവനമാണ്. ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല എന്നറിയപ്പെടുന്നുണ്ട്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇനി അടുത്തയിലേക്ക് വരാം. ആനമുടിച്ചോല. ആനമുടിച്ചോല എന്ന് പറയുന്നതും 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ദേവികുളത്ത് കാണപ്പെടുന്നതാണ്. ഇത് 2003 ഇതിന് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് മതികെട്ടാഞ്ചോലയും 2003 തന്നെയാണ്, ആനമുടിച്ചോലയും 2003. ഇത് 7.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ആനമുടിച്ചോല കാണപ്പെടുന്നത്. ഇവിടെ പാമ്പാർ നദിയിലുള്ള തൂവാനം വെള്ളച്ചാട്ടം, ആ തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ആനമുടിച്ചോലയിലാണ്. അപ്പോൾ പാമ്പാർ നദിയിലുള്ള തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ആനമുടിച്ചോലയിലാണെന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീഫൻ പന്നൽച്ചെടി എന്ന് പറയുന്ന ആ പന്നൽച്ചെടി കാണപ്പെടുന്നത് ആനമുടിച്ചോലയിലാണ്. അതായത് ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീഫൻ എന്ന് പറയുന്ന ഒരു പന്നൽച്ചെടിയുണ്ട്. ആ പന്നൽച്ചെടി കാണപ്പെടുന്നത് ആനമുടിച്ചോലയിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ മതികെട്ടാഞ്ചോല കഴിഞ്ഞു, ആനമുടിച്ചോല. ഇനി ലാസ്റ്റ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടും ചോലയാണ്. അതും 2003 തന്നെയാണ് നിലവിൽ വന്നത്. അപ്പോൾ ഈ 3 എണ്ണവും 2003 നിലവിൽ വന്നതാണ്. പാമ്പാടും ചോല കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ചെറുതാണ്. 1.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് 3 എണ്ണം: മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഏറ്റവും ചെറുത് പാമ്പാടും ചോല. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ഇടുക്കി ജില്ലയാണ്. ഒരെണ്ണം മാത്രമേ പാലക്കാടുള്ളൂ. അപ്പോൾ ഇടുക്കി ജില്ലയാണ്. ഇനി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള, അതായത് നാഷണൽ പാർക്കുകളുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ദേവികുളം താലൂക്കാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതോടുകൂടി നാഷണൽ പാർക്ക്, അതായത് കേരളത്തിലെ ദേശീയോദ്യാനത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞു.